മുഅ്മിനെയും നാവ് കൊണ്ട് ചീത്ത വിളിക്കരുത്, ഒരു തങ്ങളെയും കുറ്റം പറയണ്ട, ഒരു ആലിമിനെയും അധിക്ഷേപിക്കണ്ട, ഒരു തങ്ങളെയും കുറ്റം പറഞ്ഞിട്ടൊരു വാപ്പാടെ മോനും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല, ഒരു ആലിമിനെയും ചീത്ത വിളിച്ചിട്ടൊരു തന്തയ്ക്ക് പറഞ്ഞ മോനും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. ആലിമീങ്ങളെല്ലാം ആലിമീങ്ങളാണ്, സദാത്തുക്കളെല്ലാം സദാത്തുക്കളാണ്. അവർക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ ആഖിറത്തിലെത്തുമ്പോ അവർ അല്ലാഹുവിന്റെ കോടതിയിൽ പറയും, ഇന്നാലിന്ന വിഷയത്തിൽ എനിക്ക് തർക്കമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. തങ്ങൾ പറയും, എനിക്ക് ഇന്നാലിന്ന വിഷയത്തിൽ എനിക്ക് വ്യത്യാസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. അവരവരുടെ ന്യായങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ ബോധിപ്പിച്ച് അവരൊക്കെ അങ്ങ് സ്വർഗത്തിൽ പോകും. കാരണം അവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ, അവർക്ക് സ്വകാര്യമായ ഇബാദത്തുള്ളവരാണ്. അവര് നിങ്ങൾ കാണുന്നത് പോലെയല്ല, തഅല്ലുമും തഅലീമും തദ്രീസും നടത്തുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പദവിയുള്ള ആളുകളാണ്. സുബ്ഹിയല്ലാഹി തെമ്മാടിത്തരം കാണിച്ച് റോഡിന്റെ കവലകളിൽ നിന്നിട്ട് ആലിമീങ്ങളെയും തങ്ങന്മാരെയും ഗ്രൂപ്പ് തിരിച്ച് തെറി വിളിക്കാനും ആക്ഷേപിക്കാനും തുനിഞ്ഞാൽ ആഖിറത്തിലെത്തുമ്പോ ഒരു ചുക്കും ഉണ്ടാവത്തില്ല. ചെയ്തു കൂട്ടിയ ഹാജിയാരെ ഹജ്ജെല്ലാം വെള്ളത്തിലായി പോകും, കൊടുത്ത ദാനമെല്ലാം വൃഥാവിലായി പോകും. ഞാൻ വലിയ സമ്പന്നനായിരുന്നു, കുറെ മക്കളെ കെട്ടിച്ചു, പള്ളിക്ക് 1 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറത്തിലെത്തുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിച്ച്, ഒരു മുഅ്മിനെയും എന്റെ നാവ് കൊണ്ട് ഞാൻ തെറി പറയില്ല, എന്റെ കൈ കൊണ്ടൊരു മുഅ്മിനെയും ഞാൻ ആക്രമിക്കില്ല. സുബ്ഹി ഖദാ ആക്കാതെ ഞാൻ നിസ്കരിക്കണം. ഒരാളെയും ചീത്ത വിളിച്ചിട്ട്, ഒരാളെയും അധിക്ഷേപിച്ചിട്ട്, വിശേഷിച്ച് പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും തെറി വിളിച്ചാൽ അതാരായിരുന്നാലും അവരുടെ മാംസത്തിൽ വിഷമുണ്ടെന്നാണ്. കുട്ടി അറിയാതെ വിഷം കുടിച്ചാലും അറിഞ്ഞുകൊണ്ട് വിഷം കുടിച്ചാലും പോയിസൺ അറിയത്തില്ല, ഇത് കുട്ടി അറിയാതെയാ കുടിക്കുന്നത്, അതുകൊണ്ട് എഫക്ട് ചെയ്യാൻ പാടില്ലാന്ന് വിശപ്പിനറിയില്ല. അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ആലിമീങ്ങളെ പറയുന്നവന്റെ ഗതികേട് വലിയ കഷ്ടമാണ്. സദാത്തുക്കളെ തെറി പറയുന്നവന്മാരുടെ ഗതികേട് വലിയ അപകടമാണ്. ഇവിടെ സമ്പത്തുണ്ടാകും, ഇവിടെ ഐശ്വര്യമുണ്ടാകും, ഇവിടെ രാഷ്ട്രീയ സ്റ്റേജിൽ കയറുമ്പോ കൂടെ ഇരിക്കാൻ ആളുകളുണ്ടാകും, കൊടി പിടിക്കാനും മുദ്രാവാക്യം മുഴക്കാനും ആളുണ്ടാകും. പവറിൽ പോകുമ്പോൾ ഒരുത്തരും വരത്തില്ല, ഒരു ചീഫ് മിനിസ്റ്ററും വിളിക്കില്ല, ഒരു പ്രൈം മിനിസ്റ്ററും റിക്വസ്റ്റ് ചെയ്യത്തില്ല. പവറിൽ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് അവനവന്റെ ആഹ്റം മെച്ചപ്പെടുത്താൻ, അവനവന്റെ സ്വകാര്യ ജീവിതം നന്നാക്കാൻ, അവനവന്റെ ഖബറിൽ രക്ഷപ്പെടാൻ ഒരുങ്ങി തയ്യാറായി അല്ലാഹുവിന് തൃപ്തിപ്പെട്ട് ഹബീബിന് പൊരുത്തപ്പെട്ട് ആലിമീങ്ങളെയും സദാത്തുക്കളുടെയും പൊരുത്തം വാങ്ങി അവരുടെ ഗുരുത്വമുള്ള നല്ലവരിൽ നല്ലവരായി ജീവിച്ച് നമുക്കങ്ങ് മടങ്ങിപ്പോകാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് പൊരുത്തമുള്ള നല്ല അടിമകളായി നമ്മിൽ നിന്ന് അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ.